എഗ്ഗ് ടൊമാറ്റോ റൈസ്. ഒരു വെറൈറ്റി റൈസ് വേണ്ടെങ്കിൽ ഈ എഗ്ഗ് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കി നോക്കാം. മോശമില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. ഇതിനായി ഞാൻ 2 കപ്പ് ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട്. ചെറിയ റൈസാണ് എടുത്തത്. അതൊന്ന് കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ്: 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, 4-5 പച്ചമുളക്, പിന്നെ 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇതൊക്കെ നന്നായി കഴുകിയെടുത്ത് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട്, അതും കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കണം. ആദ്യം ഒരു പാൻ എടുക്കുക. പാൻ എടുത്ത് ഒരു പാത്രം എടുത്ത് അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കരിഞ്ഞു പോകാതെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി അതിലേക്ക് നമുക്ക് പൊടിച്ചെടുത്ത സ്പൈസസ് ഇട്ട് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഞാൻ സവാള ഇട്ടില്ല. സവാള ഉണ്ടെങ്കിൽ അടിയിൽ ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ സവാള തീർന്നു പോയിട്ടാണ് ഞാൻ സവാള ഇടാഞ്ഞത്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ 2 മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്, അതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞയും വെള്ളയും കൂടി ഒന്നാമത് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മുട്ട നമുക്ക് തിളച്ച് വരുന്ന അരിയിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ട ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട കട്ട പിടിക്കാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് റെഡ് ചില്ലി സോസും കുറച്ച് ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് 2 സോസും ആഡ് ചെയ്ത് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റൈസിൻ്റെ എല്ലാ ഭാഗത്തും ഈ സോസ് എത്തുന്ന രീതിയിൽ അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് അടച്ചു വെച്ച് കുറച്ച് സമയം വേവിപ്പിച്ചെടുക്കാം. വെന്ത് വന്നാൽ അടപ്പ് മാറ്റാം. ഇപ്പോൾ റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ എഗ്ഗ് ടൊമാറ്റോ റൈസ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ചും കൂടി ഗാർണിഷ് ചെയ്തെടുക്കണം. അതിന് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പച്ച തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുത്താണ്. ഇപ്പോൾ നമ്മുടെ എഗ്ഗ് ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.